ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറച്ചു മുമ്പേ ഞാൻ നോക്കിയപ്പോൾ മുറിയിലുണ്ടായിരുന്നതാ. അധികം ദൂരത്തേക്കൊന്നും പോകാൻ വഴിയില്ല. പോലീസിലും കൂടെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. സന്ദീപേട്ടാ, മതി, എല്ലാം നിർത്തിക്കോ. നീ എന്താ പറഞ്ഞേ? നിർത്തി വെക്കാനോ? നിനക്കെന്തായാലും ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിച്ചതല്ല, നിങ്ങൾ എല്ലാവരും കൂടെ ഭ്രാന്ത് പിടിപ്പിച്ചതാ. അച്ഛൻ ഇവിടെ ഇങ്ങ് കാണാനില്ല. അച്ഛൻ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. സച്ചേട്ടാ, അച്ഛനെ കാണാനില്ല. നീ എല്ലായിടത്തും നോക്കിയോ? ഞാൻ ഇനി നോക്കാൻ ഈ വീട്ടിൽ ഒരു സ്ഥലവും ബാക്കിയില്ല. അച്ഛൻ പുറത്തേക്ക് എന്തെങ്കിലും കാര്യത്തിന് പോയതായിരിക്കും. ഇപ്പൊ തിരിച്ചു വരും. ആര് പറഞ്ഞു? അങ്ങനെ ധനുഷിനോട് പറഞ്ഞിട്ടാണോ അച്ഛൻ പോയത്? വെറുതെ ആവശ്യമില്ലാത്തത് പറയല്ലേ. അച്ഛൻ സങ്കടപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയത്. എന്തിനാ സങ്കടപ്പെടുന്നേ? ഈ ചടങ്ങ് നടക്കുന്നതിൽ എല്ലാവരും സന്തോഷിക്കല്ലേ വേണ്ടത്? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ചടങ്ങ് ഒഴിവാക്കാൻ. അച്ഛന്റെ ആഗ്രഹത്തിനെതിരായി ഈ ചടങ്ങ് നടത്തുന്നോണ്ടാ അച്ഛൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതുവരെ അച്ഛനില്ലാത്ത ഒരു ചടങ്ങും നെല്ലിശ്ശേരിയിൽ നടന്നിട്ടില്ല. അച്ഛൻ മരിച്ചിട്ടായാലും ഈ ചടങ്ങ് നടത്തണമെന്ന് അത്രയ്ക്ക് വാശിയാണോ? എങ്കി നിങ്ങൾ നടത്തിക്കോ. പക്ഷെ ഞങ്ങൾ ആരും ഇതിൽ പങ്കെടുക്കില്ല. സച്ചേട്ടാ, എത്രയും പെട്ടെന്ന് അച്ഛനെ തിരിച്ചു കൊണ്ടുവരണം. സന്ദീപേ, ഈ ഒരുക്കങ്ങളെല്ലാം നിർത്തിവെക്ക. അച്ഛൻ വന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. അതൊന്നും വേണ്ട. അച്ഛൻ പോയതുപോലെ തന്നെ തിരിച്ചു വന്നോളൂ. ഒരുക്കങ്ങളെ അതിന്റെ വഴിക്ക് തന്നെ നടക്കും. അങ്ങനെ ആരുടെയും ഭീഷണിക്ക് മുൻപിൽ ഇത് മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല. സന്ദീപേ, ഞാൻ പറയുന്നൊന്നും കേക്ക്. അച്ഛനില്ലാതെ ഈ ചടങ്ങ് നടക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അച്ഛനെ പോയി വിളിച്ചോണ്ട് വാ. സന്ദീപേ, നീ ധനുഷിനും കൂട്ടി വേഗം പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ. കുറച്ചു മുമ്പേ ഞാൻ നോക്കിയപ്പോൾ മുറിയിലുണ്ടായിരുന്നതാ. അധികം ദൂരത്തേക്കൊന്നും പോകാൻ വഴിയില്ല. പോലീസിലും കൂടെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. എഴുതി എരുതിയിൽ എണ്ണ ഒഴിക്കണ്ട. എരുതിയിൽ എണ്ണ ഒഴിച്ചതും ആളിക്കത്തിച്ചതും ആരാ? സച്ചി തന്നെയല്ലേ? സച്ചിയുടെ വാശിയുണ്ടാ ഇതൊക്കെ സംഭവിച്ചത്. ഇവക്കിപ്പോ ഈ വളകാപ്പ് ചടങ്ങ് നടത്തിയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ദേ, ഞാനൊരു കാര്യം പറയാം. എത്രയും പെട്ടെന്ന് ഈ ചടങ്ങ് നിർത്തി വെച്ചിട്ട് നിങ്ങൾ പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ. അച്ഛനെന്തേലും സംഭവിച്ചാ നിങ്ങളതിന് മറുപടി പറയേണ്ടി വരും. അതെ, അങ്ങനെ ഇപ്പൊ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സച്ചേട്ടാ, നിങ്ങളെ ഒരുക്കങ്ങളൊന്നും നിർത്തണ്ട. ഈ ചടങ്ങ് നടക്കും. അച്ഛനെ ഞങ്ങൾ പോയി തിരിച്ചു കൊണ്ടുവരും. ധനുഷേ, വാടാ. നീ കാരണോ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. സച്ചി എത്ര വാശി പിടിച്ചാലും ഈ ചടങ്ങ് വേണ്ടാന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ സച്ചി കേൾക്കുമായിരുന്നു. വെറുതെ അർച്ചന ഇതിൽ കുറ്റപ്പെടുത്തണ്ട. ഇതിൽ മറ്റാരും ഉത്തരവാദികളല്ല. ഇത് എന്റെ തീരുമാനം. ഇതുകൊണ്ട് എന്തു കുഴപ്പം വന്നാലും അതിന്റെ എല്ലാം ഉത്തരവാദിത്വം എനിക്ക് മാത്രമാ. വേണ്ട സച്ചേട്ടാ, ഈ വളകാപ്പ് ചടങ്ങ് വേണ്ട. നമുക്കെല്ലാം നിർത്തിവെക്കാം.
അച്ഛന് വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെയാ. ഇതിൽ നിന്നും പിന്നോട്ട് പോവാൻ ഞാൻ തയ്യാറല്ല. ഇങ്ങനെ വാശി പിടിക്കല്ലേ സച്ചേട്ടാ. ഈ ചടങ്ങുകളൊന്നും ഇല്ലെങ്കിലും ജനിക്കേണ്ട സമയത്ത് തന്നെ നമ്മുടെ കുഞ്ഞ് ജനിക്കും. വളകാപ്പ് ചടങ്ങ് ആലോചിച്ചപ്പോ തന്നെ ഫാക്ടറിക്ക് തീ പിടിച്ചു. അതിലും 3 പേര് ചത്തു തൊലഞ്ഞു. എത്ര പേർക്ക് അപകടം പറ്റി, എത്ര രൂപയുടെ നാശനഷ്ടം ഉണ്ടായി. എല്ലാം ഈ വളകാപ്പ് ചടങ്ങിന്റെ ആലോചനയ്ക്ക് ശേഷമല്ലേ. ഇതിന്റെ ദോഷം അറിയാവുന്നതുകൊണ്ടാ അച്ഛൻ ചടങ്ങ് നിർത്തിവെക്കാൻ പറഞ്ഞത്. എന്നിട്ട് നിങ്ങളാരും അത് കേട്ടില്ല. ഇപ്പൊ ഇവിടെ നടക്കുന്നതൊന്നും കാണാൻ കഴിയാതെ അച്ഛൻ ഇറങ്ങിപ്പോയി. അച്ഛൻ ജീവൻ കൊടുത്ത് വലുതാക്കിയ ഫാക്ടറിയിലെ 3 തൊഴിലാളികളാ മരിച്ചുപോയത്. ആ സമയത്ത് അച്ഛൻ എങ്ങനെ ഇതുപോലത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റും? അച്ഛന്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഈ ചടങ്ങ് നടത്താൻ തീരുമാനിച്ച നിങ്ങൾ എല്ലാവരുമാ ഇതിന് ഉത്തരവാദികൾ. ദേ, ഒരു കാര്യം ഞാൻ പറയാം. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, കളി വേറെ ആയിരിക്കും. കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതിനെല്ലാം നീയും നിന്റെ വയറ്റിലുള്ള കുഞ്ഞും തന്നെ ഉത്തരവാദികൾ. അച്ഛന് ഏട്ടത്തി, ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ദേ, ഈ കണ്ണീര് കണ്ടാലൊന്നും എന്റെ ചേച്ചിക്ക് ഒരലിവും ഉണ്ടാവാൻ പോകുന്നില്ല. അർച്ചന ഏട്ടത്തിയെ കുത്തി നോവിക്കാൻ കിട്ടിയ അവസരം ചേച്ചി നന്നായിട്ട് ഉപയോഗിച്ചു. കുഞ്ഞിന്റെ ജാതകദോഷത്തിന്റെ പേര് പറഞ്ഞ് ഇല്ലാത്ത കുത്തിത്തിരിപ്പ് എല്ലാം ഉണ്ടാക്കിയത് എന്റെ ചേച്ചി തന്നെയാ. ഏട്ടത്തി വിഷമിക്കണ്ട, അങ്കിളിനെയും സന്ദീപൻ ധനുഷും കൊണ്ടുവരും.